ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു കെമിക്കലും ചേരാത്ത കഴിക്കാൻ പറ്റും. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. തക്കാളി ഉണ്ടായാൽ മാത്രം മതി, വേറെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, നമുക്ക് കളറും ഒക്കെ അതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും, നല്ല ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് നല്ല പഴുത്ത തക്കാളിയാണ്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. തക്കാളി നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ആ ഞെട്ടുഭാഗം കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. വെള്ളമൊന്നും ചേർക്കരുതിട്ട് നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത്. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് അരക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക. ചൂടുവെള്ളത്തിലിട്ട് തക്കാളിൻ്റെ തൊലി കളഞ്ഞിട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ കുറച്ചും കൂടെ പണി ഉണ്ടാവും കേട്ടോ. ഇതാവുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ ഞാൻ അരച്ച പ്യൂരി ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സ്റ്റൗ ഓണാക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പരന്ന പാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം വറ്റി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പാനൊക്കെ വലിയ പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നല്ല തീ കൂട്ടി വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞ് കിട്ടും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം കത്തണം കേട്ടോ. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളതിൻ്റെ കൂടെ തന്നെ നിന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർക്കണമെങ്കിൽ ചേർക്കുക. കളറ് ഹെൽത്തി അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കളർ ചേർക്കണില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് അറേബ്യൻ റൈസുകൾക്ക് മാത്രമല്ല, നമുക്ക് തക്കാളി ചേർക്കുന്ന ഏത് കറികൾക്ക് വേണമെങ്കിലൊക്കെ ചേർക്കാം. കറികൾക്കൊക്കെ ചേർക്കുന്ന സമയത്ത് കറികളൊക്കെ കുറച്ചുകൂടെ തിക്കാവും. അതുപോലെ തന്നെ നല്ല കളറും കിട്ടും, ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് തക്കാളിയൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ തിളച്ച് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളം പറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് തുറന്ന് എടുക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. കാറ്റ് തട്ടിക്കഴിഞ്ഞാൽ പൂപ്പൽ വരും. നേരെ മറിച്ച് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു 5-6 മാസമൊക്കെ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് തണുപ്പ് മാറിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുക, ഒറ്റ കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കുറേശ്ശെ എടുക്കുന്നവരാണെങ്കിൽ അതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കരുത്. വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ പേസ്റ്റിന് ആ ഒരു വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ അറേബ്യൻ റൈസിലൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് വല്ലാണ്ടായി പോകും കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഉപ്പും ഓയിലും നമ്മൾ ചേർക്കുന്നത് ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ. ഇതല്ലാതെ ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മുടെ നല്ല തക്കാളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. ചൂടോട് കൂടി ഒരിക്കലും അടിച്ച് വെക്കരുത് കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.